ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ഐ ഗോട്ട് ജോബ് ഇൻ സിംഗപ്പൂർ എന്നാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് ആൾക്കാർ എൻ്റെ DMസിലാണെങ്കിലും അല്ലാതെ അത് വേറെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കമൻസ് ആയിട്ട് വരുന്നിട്ട് ഏത് കോഴ്സാണ് പഠിച്ചതെന്നും ഇപ്പോൾ എന്താണ് ജോബ്, എന്താണ് ഡെസിഗ്നേഷൻ എന്നും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം നീട്ടിക്കൊണ്ടുകൊണ്ടാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു വെക്കേഷൻ ടൈമാണ് ഞാൻ പഠിച്ചത് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ. അത് ഉടുപ്പിയിലാണ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി. അപ്പം എക്സാക്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു 2017-2018 ആ ടൈമാണ്. അപ്പം ഞാൻ ഓൾറെഡി പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു സാറ് എൻ്റെ വഴിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. നമ്മുടെ സീനിയറായിട്ട് വർക്ക് ചെയ്ത ഒരു ചേച്ചി മണിപ്പാലിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി കാർഡിയോവാസ്കുലർ ടെക്നോളജി എന്നുള്ള കോഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവരുടെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ചേച്ചീനെ വിളിച്ച് അന്വേഷിച്ച് കോഴ്സിൻ്റെ ഡീറ്റെയിൽ, കാരണം ആ ടൈമൊക്കെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കോഴ്സാണ്. എനിക്ക് അറിയാം ഹാർട്ടിൻ എന്ന് വെച്ചാൽ സംതിങ് റിലേറ്റഡ് ടു ബയോളജി ആയിരുന്നു എനിക്ക് താല്പര്യം. എനിക്ക് മറ്റേ എൻജിനീയറിങ് ആ ഭാഗത്തേക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഇന്നത് വേണമെന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് അലൈഡ് ഹെൽത്ത് മാത്രം മതി എന്നുള്ള ആ ഒരു ഇതിൽ എടുത്തത്. അപ്പം ഈ കോഴ്സ് വന്നിട്ട് ബാച്ചിലേഴ്സ് ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജിയാണ് ഞാൻ ചൂസ് ചെയ്തത്. ഈ കോഴ്സ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഉടുപ്പിയിലുള്ള 2 മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഒന്ന് മാംഗ്ലൂരുണ്ട്, ഒന്ന് ഉടുപ്പിയിലുണ്ട്. അപ്പം ഞാൻ പഠിച്ചത് ഉടുപ്പിയിലാണ്. അങ്ങനെ അവിടെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നേരത്തെ തുടങ്ങും കേട്ടോ. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയിട്ട്, അതായത് നമ്മൾ +2ൻ്റെ ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിന് മുന്നേ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആ ടൈമിൽ ഞാൻ അങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ക്രൈറ്റീരിയാസ് ആ ടൈമിൽ ഞാൻ പഠിക്കുന്ന ടൈം അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് ഉണ്ടായത് 85% ആൻഡ് എബവ് മാർക്ക് വേണം ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു അവിടുത്തെ ക്രൈറ്റീരിയ അന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അച്ഛനും പോയിട്ട് അക്ഷയയിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കോളേജ് കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി, അവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോളേജ് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയി. അങ്ങനെ കോളേജ് കാണാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ ക്യാമ്പസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. വെച്ചാൽ എല്ലാവരും ആ കോളേജിൽ പഠിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ അവിടെ സീറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അവിടെ ഓരോരോ ഇയറും ഓരോരോ വേ ഓഫ് ആണ് അവിടെ എടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ടൈമിൽ ഇങ്ങനെ മാർക്ക് അനുസരിച്ചിട്ടാണ് ഇത്. അതിന് മുന്നേ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻട്രൻസ് വഴിയാണ് ഉണ്ടായത്, ചില എക്സാംസ് വഴിയാണ് ഉണ്ടായതെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് കിട്ടോ ഇല്ലയെന്ന്. പക്ഷേ കോളേജ് ക്യാമ്പസൊക്കെ കണ്ടപ്പോൾ നമ്മളങ്ങ് വീണ് പോയി. നമുക്ക് എന്തായാലും ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ജോലി പഠിക്കാൻ സീറ്റ് ഇങ്ങനെ കിട്ടിയാൽ മതി എന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഇതായിട്ട് ലാസ്റ്റ് സെലക്റ്റഡായി. അങ്ങനെ നമ്മൾ അവിടെ കോഴ്സ് ഇത് പഠിച്ചു. ഇതെന്ന് വെച്ചാൽ 4 ഇയർ കോഴ്സാണ്. അപ്പം ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. 3 ഇയർ + 1 ഇയർ ഇൻറ്റേൺഷിപ്പ്, ഇങ്ങനെയാണ് അവിടെ നമുക്ക് ഉണ്ടായത്. പലതരം കോഴ്സ് ഉണ്ട്, എല്ലാം നല്ല അടിപൊളി സ്കോപ്പുള്ള കോഴ്സായിരുന്നു. അവിടെ ഒരുപാട് അവിടെ എത്തിയിട്ട് കേൾക്കുന്ന കുറേ കോഴ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ എല്ലാവരും നമുക്ക് കേട്ടിട്ടുണ്ട്. ആ ടൈം നമ്മൾ ആദ്യമായിട്ടായിരുന്നു കുറേ കോഴ്സസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മൊത്തത്തിൽ നോക്കിയാൽ അത് അടിപൊളി. നിങ്ങൾക്ക് ചിലപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മണിപ്പാൽ യൂണിവേഴ്സിറ്റി എത്ര നല്ല കോളേജാണെന്ന്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ട് പറയുന്നതല്ല, അവിടെ പഠിച്ചവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും നല്ല യൂണിവേഴ്സിറ്റി ആയിരുന്നു അത്. ആൻഡ് എടുത്ത് പറയാനുള്ള കാര്യം നമ്മുടെ ഫാക്കൽറ്റീസ്, അവർ അത്രയും
ദ ബെസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം നമ്മൾക്ക് ഇത്രയും നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടും നമ്മൾ പഠിച്ച ആ ഒരു ഇത് പറ്റിയിട്ട് നമുക്ക് ഇത്ര അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ജോബ് ചെയ്യുമ്പോൾ നമുക്ക് അത്രമാത്രം അറിയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്രെഡിറ്റ് എപ്പോഴും നമ്മുടെ ടീച്ചേഴ്സും പ്രൊഫസേഴ്സിനാണ് പോകുന്നത്. കാരണം അവർ അങ്ങനെ നമുക്ക് പക്കയായിട്ടാണ് ക്ലാസ്സൊക്കെ, നോട്ട്സ് ആയാലും എല്ലാം. ആ ടൈമിൽ നമുക്ക് നോട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ക്ലിനിക്കാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം 8 hours ഡ്യൂട്ടി ഉണ്ടായിട്ടുണ്ട്, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ എന്താ പറയുക, നമ്മൾ സ്കൂളിൽ പഠിച്ച സെയിം ആയിരിക്കും. ഒരു കോളേജ് എത്തിയെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ പാറ്റേൺ ഓഫ് സ്റ്റഡീസൊക്കെ പക്കയായിരുന്നു. പിന്നെ അപ്പോൾ അതായിരുന്നു നമ്മുടെ എക്സാംസും. നോൺ ഡിപ്പാർട്ട്മെൻറ്റലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു കോളേജ് ടൈം ഉണ്ടായിരുന്നത്. പിന്നെ ഈ 3 year കഴിഞ്ഞതിന് ശേഷമാണ് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നത്. 3 year + 1 year ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ നമുക്ക് ഇൻറ്റേൺഷിപ്പിലായിരുന്നു നമുക്ക് നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഇത് മെയിൻലി എന്ന് പറയുന്നത് ഹാർട്ട് ആണ്. അതായത് ഇപ്പം എൻ്റെ കോഴ്സ് വന്നിട്ട് കാർഡിയോവാസ്കുലർ ടെക്നോളജി ആണ്. എന്ന് വെച്ചാൽ സ്കാനിങ് ഓഫ് ഹാർട്ട്. അതായത് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ഫങ്ഷൻ ഓഫ് ദി ഹാർട്ട്. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ അനാട്ടമിയും പിന്നെ നമ്മൾ എന്തിനാണ് എക്കോ ചെയ്യുന്നത്. ഒരു അറ്റാക്ക് ആയിട്ടുള്ള പേഷ്യൻ്റ് വന്നാൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഹാർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം, വാൾസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നും അതുപോലെ തന്നെ പിന്നെ ബ്ലോക്കേജസ് ഉണ്ടോയെന്നൊക്കെ നോക്കുന്നത്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആൻജിയോഗ്രഫി ആ ഭാഗത്തേക്ക് നോക്കും. പിന്നെ എക്കോയിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇപ്പം ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നാൽ നമ്മൾ ഇപ്പോൾ ഡോക്ടേഴ്സ് സിംറ്റംസ് ഒക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ പേഷ്യൻറ്റിന് ഇപ്പോൾ ചെസ്റ്റ് പെയിൻ ഉണ്ട്, കൈവേദനയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ ആദ്യം ECG ആൻഡ് എക്കോ എഴുതിത്തരും ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം ECG എന്ന് പറയുന്നത് ജസ്റ്റ് ലീഡ്സൊക്കെ വെച്ചിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റിതം എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ECG ചെയ്യുന്നത്. എന്നിട്ട് അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് എക്കോ പറയും. ഇൻ കേസ് ഇപ്പം നോർമലാണെങ്കിൽ, ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നോർമലാണെങ്കിൽ അവർ എക്കോ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലാതെ ആണെങ്കിൽ ഇപ്പം എന്ന് വെച്ചാൽ അത്രയും ECGയിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്തായാലും ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ അങ്ങോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് കൂടാതെ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബ്ലഡ് ടെസ്റ്റിൽ നമ്മുടെ ഇത് പോസിറ്റീവ് ആണെങ്കിൽ അവർ അതനുസരിച്ചിട്ട് പറയും. എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ നോക്കിയിട്ടും അറിയാൻ പറ്റും. അത് പ്രത്യേകം വേറെ തന്നെ ഒരു എലമെൻറ്റ്. ഇപ്പം റേസ് ചെയ്ത് വന്നാൽ നമുക്ക് അറ്റാക്ക് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊക്കെ വേറെ പാർട്ട്. ഇപ്പം നമ്മൾ ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ എക്കോ എന്ന് പറയുന്നതാണ് എൻ്റെ ജോബ്. ഞാനിപ്പോൾ ഇവിടെ എക്കോ ആണ് ചെയ്യുന്നുള്ളത്. അപ്പം പേഷ്യൻറ്റിന് ഇപ്പം ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നാൽ ആദ്യം നമ്മൾ ഹാർട്ട് ഫങ്ഷൻ അതായത് ഹാർട്ട് സ്കാൻ ചെയ്തിട്ട് ഹാർട്ടിൻ്റെ ഫങ്ഷൻ നോർമൽ ആണോ എന്ന് നോക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലോക്കേജസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഭാഗം, ഇപ്പോൾ ഹാർട്ടിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്തിൻ്റെ മൂവ്മെൻറ്റ് കുറവായിരിക്കും, എബിലിറ്റി ടു മൂവ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ ഡൗൺ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ഹാർട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടെത്താൻ പറയാൻ പറ്റും. എന്നിട്ട് ആ റിപ്പോർട്ട് ഡോക്ടർ നോക്കിയിട്ട് ഇൻ കേസ് ഇപ്പം ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ആൻജിയോപ്ലാസ്റ്റി ആ വഴിക്ക് അങ്ങോട്ട് പോകും. അതാണ് ഒരു ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കോഴ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ 4 year കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമിൽ ഹാഫ് ഓഫ് ദ ഇൻറ്റേൺഷിപ്പ് 1 year ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പിൻ്റെ ലാസ്റ്റത്തെ മന്തിന് തൊട്ട് മുന്നത്തെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് കഴിയാൻ പോകുന്നത് ഓഗസ്റ്റിലായിരുന്നു. അപ്പം ജൂലൈ ഹാഫ് ആകുമ്പോൾ എനിക്ക് ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റൽസ് ഉണ്ട് നമ്മുടെ ഇവിടെ. അവിടുത്തെ HOD സാറ്റർഡേസൊക്കെ കൺസൾട്ടേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബ്രാഞ്ച് കൂടിയാണ്. അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് നമുക്ക് ഈ എക്കോ കാർഡിയോഗ്രഫിയിൽ തന്നെ. അപ്പം മാസ്റ്റേഴ്സിൽ ഉള്ള സീറ്റ്സ് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു 6-7 സീറ്റ് ഉണ്ടെങ്കിൽ
അപ്പം നാല് സീറ്റ് നമുക്ക് നമ്മുടെ കോളേജിൻ്റേതും ബാക്കി 2 സീറ്റ് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ളവർക്കായിരിക്കും 2 സീറ്റ് കിട്ടും. അപ്പോൾ ആ ഹോസ്പിറ്റലായിട്ട് നമുക്കൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇൻറ്റേൺഷിപ്പ് നോർമലി നമ്മൾ ഇൻറ്റേൺഷിപ്പ് അവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ആരും വേറെ ഹോസ്പിറ്റലിലേക്ക് വിടൂല. പക്ഷേ ബാംഗ്ലൂർ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം ഇൻ കേസ്. പക്ഷേ എനിക്കവിടെ ജോബ് കിട്ടിയതുകൊണ്ട് എൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിയുന്നതിന് മുന്നേ എനിക്കവിടെ ജോബ് ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇൻ്റർവ്യൂവിൽ പാസ്സായപ്പോൾ അവർ എനിക്ക് മെയിൽ അയച്ചു സെലക്റ്റഡ് ആണെന്നും പറഞ്ഞ്. പക്ഷേ അവരെൻ്റെ അടുത്ത് 1 മന്ത് മുന്നേ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. HODൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഓക്കെയാണ്, അവർ കുഴപ്പമില്ല, അവിടെ കണ്ടിന്യൂ ചെയ്യാം. റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് ആ മന്ത്, അതായത് നമുക്ക് എല്ലാവർക്കും ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പം ആ മന്ത് മണിപ്പാലിലേക്ക് വന്നിട്ട്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഉടുപ്പിയിലേക്ക് വന്നിട്ട് റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് പിന്നെ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് 1 ഡേ ഒറ്റ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാനവിടെ നോർമലി കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ സ്റ്റാഫായി വർക്ക് ചെയ്തതാണ്. അവിടെ എനിക്ക് ലീവും ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് 2 ദിവസം 3 ദിവസം ലീവ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ഇന്ന് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് നാളെ ഞാൻ ജോലിയായിട്ട് കയറി, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് റെസ്റ്റ് മീൻസ് ഇങ്ങനെ 1 വർഷം റെസ്റ്റ് അങ്ങനെയല്ല, ഒരു 1 to 2 months ഒക്കെ ഇങ്ങനെ കുറേ ആയില്ലേ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ഇതൊക്കെ എടുത്തിട്ട് ഇതാക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എല്ലാം മറിഞ്ഞു. അപ്പോൾ അറ്റ് ദ സെയിം ടൈം എനിക്ക് മാസ്റ്റേഴ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ മാസ്റ്റേഴ്സിൻ്റെ വൈവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ടൈമാണ്. ആ സെയിം ടൈമാണ് എനിക്ക് ബാംഗ്ലൂർ ജോബും കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ആ ഒരു സെയിം ടൈമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, എന്ത് ചെയ്യണം, മാസ്റ്റേഴ്സിന് പോകണോ അതല്ല ജോബിന് പോകണോ, ഭയങ്കര കൺഫ്യൂഷനിലെ ടൈമായിരുന്നു. ആൻഡ് ഈ 1 ഇയറിൽ ഞാൻ ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈം തന്നെ ഞാൻ ജോബ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡാക്കി. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് സിംഗപ്പൂരായിരുന്നു. കാരണം എനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഭയങ്കര, ഒന്നാമത്തത് അവനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എനിക്കിപ്പോൾ ഞാൻ വേറെ എവിടെയെങ്കിലും പോയാൽ 2 സ്ഥലത്തായിരിക്കും. അത് പ്രാക്ടിക്കൽ അല്ലാന്ന് എനിക്ക് തോന്നി. എല്ലാവരും അങ്ങനെയാണെന്നില്ല, പക്ഷേ ആൾ ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ജോലി തപ്പി അങ്ങനെ ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ നോക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും ഒരു ഇൻറ്റേൺഷിപ്പ് ടൈം നമ്മൾ സ്റ്റിൽ സ്റ്റുഡൻ്റാണ്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്താലൊന്നും ഒരാൾ പോലും മൈൻഡ് ആക്കില്ല, നമുക്കറിയാം. അപ്പോൾ ഞാൻ ഇതാക്കാണ്ട് ഞാൻ ജോബ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡാക്കി. ഞാൻ നോക്കി ഇവിടെ സിംഗപ്പൂർ ഏതൊക്കെ ആപ്പാണ് ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ജോബ് സ്ട്രീറ്റ് ആപ്പ് ഡൗൺലോഡാക്കി. പിന്നെ ഇൻഡീഡ്, ഗ്ലാസ് ഡോസ്, പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുറേ എന്തൊക്കെയോ ലിങ്ക്സും കാര്യങ്ങളും ഓരോരോ അതായത് ഇപ്പം കരിയർ ടെക്നോളജീസ് ജോബ് ഇൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചു കൊടുക്കും. അപ്പോൾ ഓരോന്ന് വരുന്ന സമയത്ത് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ജോബിൻ്റെ ആപ്പിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ കുറേ, പിന്നെ നമ്മളെ ലിങ്ക്ഡിൻ, അങ്ങനെ അപ്പോഴൊക്കെയാണ് ലിങ്ക്ഡിനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ നോക്കാൻ തുടങ്ങിയത്. അങ്ങനെയായിരുന്നു. അപ്പം ഇപ്പം അപ്പം ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഇൻറ്റേൺഷിപ്പ്. എനിക്ക് ഈ ജോബ് കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ എനിക്കറിയാം ഇപ്പോഴേ കിട്ടൂലെന്ന്, ബട്ട് സ്റ്റിൽ ഞാൻ എല്ലായിടത്തും ചോദിക്കുന്നത് 2 years, അറ്റ്ലീസ്റ്റ് 2 years ഓഫ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി 2 വർഷം എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രമേ എന്തായാലും ഇങ്ങോട്ടേക്ക് അവരെടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ജോബ് കിട്ടിയിട്ട് ഞാനിപ്പോൾ 2 year എക്സ്പീരിയൻസ് ആക്കിയിട്ട് പിന്നെ അപ്ലൈ ചെയ്താൽ, അതായത് ഇൻ ബിറ്റ്വീൻ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ 2 years കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് കയറി വരാം എന്ന് വെച്ചാൽ എന്തെങ്കിലും എവിടെയെങ്കിലും ആയിട്ടൊരു ഹോപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ പിന്നെ അതിൻ്റെ ബാക്ക് പിന്നെ മാസ്റ്റേഴ്സ് എടുക്കുന്ന തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റൂട്ടിലേക്ക് ഞാൻ പോയത്. പിന്നെ ഇതിനൊക്കെ എൻ്റെ പാരൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അനിയനും എല്ലാവരും അവരൊക്കെ എഡ്യൂക്കേഷന് അത്ര
അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു എന്താ പറയുക ഒരാവശ്യം എനിക്കിതുവരെ വന്നിട്ടില്ല. എൻ്റെ അച്ഛൻ മാഷാണ്, എൻ്റെ അച്ഛൻ്റെ അനിയനും എൻ്റെ ഫാമിലി ഏകദേശം ഫുൾ ടീച്ചർ ഫാമിലിയാണ്. അപ്പം എന്താ എല്ലാവരും പോട് അല്ലെങ്കിൽ ചെയ്യുന്ന മാത്രമേ പറയുന്നുള്ളൂ, പോവണ്ടെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പം കുറച്ച് ആൾക്കാർ റെയറായിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്തിനാ ഇങ്ങനെ വേറെ പോന്നേ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മളിപ്പോൾ അവരെ നോക്കി നിന്നാൽ നമുക്കിപ്പോൾ ജോലി കിട്ടാണ്ട് ഇങ്ങനെ ഇരുന്നാലും ജോലി കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ അവർ ചോദിക്കൂ, എന്തുകൊണ്ടെന്ന് ചോദിക്കൂല. അപ്പോൾ അതെല്ലാം ഇഗ്നോർ ചെയ്ത് നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നി അതിലൂടെയാണ് ഞാൻ പോയത്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് എടുത്താൽ 2 years മാസ്റ്റേഴ്സിന് പോകും. എന്നിട്ട് മാസ്റ്റേഴ്സിന് അത് കഴിഞ്ഞിട്ട് 2 years വീണ്ടും വർക്ക് ചെയ്യണം. 4 years എൻ്റെ അവിടെ പോയി. അപ്പം ഇനി ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എനിക്കിനി ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, ജോബിലേക്ക് പോവാം. ജോബ് കിട്ടിയിട്ട് 2 year കഴിഞ്ഞിട്ട് അപ്പോൾ ഇൻ ബിറ്റ്വീൻ എനിക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. സോ അപ്പോൾ എനിക്കറിയാം എൻ്റെ ഇത്ര വർഷം പോകുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ചൂസ് ചെയ്തത്. അത് എന്തുകൊണ്ടും എൻ്റെ നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് എനിക്ക് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അന്ന് ഞാൻ എടുത്ത ആ തീരുമാനം ദ ബെസ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അപ്പം ഞാൻ വേറെ ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എൻ്റെ റൂട്ട് വേറെ ആയിപ്പോയേനെ. കാരണം ഇനിയും പിന്നെ ഞാൻ നാട്ടിൽ തന്നെ ആയിട്ട് നാട്ടിൽ വേറെ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കണം പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുവാണ്ടായത്. ബട്ട് എൻ്റെ ഫോക്കസ് കൂടുതലും ഇവിടെ സിംഗപ്പൂർ ആയതുകൊണ്ട് ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം ഞാൻ എൻ്റെ ഇമെയിൽ കാണണം. 2019 ടു 3rd year ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. കാരണം 3rd year എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇൻറ്റേൺഷിപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ അക്കൗണ്ടൊക്കെ അപ്ലൈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ക്രിയേറ്റ് ചെയ്തു. ആ സമയത്ത് ജോബ് സ്ട്രീറ്റ് ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അപ്ലൈ ചെയ്യുന്നു, സ്റ്റാറ്റസ് നമുക്കതിൽ കാണാൻ പറ്റും. സ്റ്റാറ്റസ് മീൻസ് ഇൻ കേസ് ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ നമ്മുടെ CV കണ്ടെങ്കിൽ അവരെത്ര ടൈംസ് നമ്മളെ പ്രൊഫൈൽ വാച്ച് ചെയ്തു നമുക്കതിൽ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു ഇവിടെ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അവരെന്നെ ഇപ്പം നമ്മളെ CV നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഡിക്ലൈൻഡ് ആണോ അതെനിക്ക് ഓർമ്മയില്ല, അതെന്തോ ഒന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻ കേസ് വീണ്ടും അവർ ജോബ് വാക്കൻസി വീണ്ടും അങ്ങനെ സൈറ്റിൽ ഉണ്ടാവും, ജോബ് സ്ട്രീറ്റിൽ. ഇപ്പം എന്നെ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അവരെൻ്റെ CV കണ്ടു ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നാളെ അവർ വീണ്ടും വാക്കൻസി ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യും എന്ന് വെച്ചിട്ട് ഞാൻ അവരെന്നെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കൂല. ഞാൻ വീണ്ടും സെയിം കമ്പനിയിലേക്ക് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യും, അവർ വീണ്ടും ഇട്ടാൽ. അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽസൊക്കെ കാണണം. ഞാൻ എന്നിട്ട് ഈ ജോബ് സ്ട്രീറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യും. കൂടാതെ അവരുടെ താഴെ ജോബ് ഡിസ്ക്രിപ്ഷനിലും താഴെ ചിലപ്പോൾ HR-ൻ്റെ ഇമെയിൽ ID ഉണ്ടാവും. അതിൽ കയറി ഞാൻ സെൻഡ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഓരോന്നും ഞാൻ സെൻഡ് ചെയ്തിട്ട് അത് റിപ്ലൈ ആയിട്ട് യു ആർ നോട്ട് സെലക്റ്റഡ് എന്ന് 2020 മുതൽ 2023 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ ഇമെയിൽസ് മൊത്തം. നോട്ട് സെലക്റ്റഡ് എന്നിട്ട് അങ്ങനെ കണ്ട് അറ്റ് ലാസ്റ്റ് ഓക്കെ we would like to proceed with your application അല്ലെങ്കിൽ we would like to proceed with your CV എന്ന് പറഞ്ഞിട്ട് അവർ ആ മെസ്സേജ് കാണുന്നത് വരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാനിന്ന് അപ്ലൈ ചെയ്തു കിട്ടിയില്ല എന്ന് വെച്ചിട്ട് മൂഡ് ഔട്ടായിട്ട് ഇരുന്നിട്ട് വേറെ പണിക്ക് പോയാൽ എന്തായാലും നടക്കൂല. അറിയാം, ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്
അത്രയും കഷ്ടപ്പെട്ടിട്ട് എത്ര നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന്. പിന്നെ ഇവിടെ ആണെങ്കിൽ എനിക്ക് ആരും അറിയില്ല, ഹെൽത്ത് കെയറിൽ ഒരു മനുഷ്യനെ പോലും എനിക്ക് അറിയില്ല എങ്ങനെ അപ്ലൈ ചെയ്തത്, നിങ്ങളൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്തതെന്ന് എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മുകളിൽ എൻ്റെ സീനിയേഴ്സോ അങ്ങനെ ആരുമില്ല. ഇവനൊക്കെ എന്താ IT എൻജിനീയറിങ് ഫീൽഡൊക്കെയാണ് ഇവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ എനിക്ക് ഹെൽത്ത് കെയർ ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. അപ്പം ഞാൻ എന്നെ കണ്ടുപിടിച്ച് ഓരോന്നാക്കി. പിന്നെ എനിക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി പഠിക്കാനെങ്കിലും പോയാലോ, വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാനെങ്കിലും പോയാലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫീസായിരുന്നു ഇവിടെ. അപ്പം ഞാൻ അത് ഡ്രോപ്പ് ചെയ്യും. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോബ് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു കോഴ്സ് പഠിച്ചിട്ട് ഇവിടെ അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല. വേറെ നിവർത്തിയില്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ആ വഴി ഇവിടെ വേറെ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ സെയിം ഞാൻ പഠിച്ച കോഴ്സ് അപ്ലൈ ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. പക്ഷേ എന്നാലും എനിക്ക് ഞാനിപ്പോൾ പഠിക്കുന്നത്, ഞാൻ പഠിച്ചിട്ട് ജോലി ചെയ്ത എൻ്റെ ഈ ജോബ് എനിക്ക് വിടണമെന്നില്ല. എക്കോ ആണ്, ബട്ട് സ്റ്റിൽ എനിക്ക് ഇതന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്തിട്ട് ഇതന്നെ മുൻപോട്ട് പോകാൻ നിന്നത്. അപ്പം എനിക്ക് ഇൻ്റർവ്യൂ കോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഇമെയിലിൽ അവർ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അവരെനിക്ക് ഇൻ്റർവ്യൂസിൻ്റെ കാര്യങ്ങളും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് എടുത്ത് നോക്കി, ഇങ്ങനെ എന്താണ് ഇൻ്റർവ്യൂസിൽ കൂടുതലും ചോദിക്കുന്നതെന്നറിയാം. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ പുറത്തുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ കോൾ വഴി അവർ വരുന്നു ഇങ്ങനെ ഇതാക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ യൂട്യൂബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇൻ്റർവ്യൂസിന് നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചു. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ, എല്ലാവർക്കും അറിയുന്ന പോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണെന്ന്. പക്ഷേ നമ്മളടുത്ത് ഒരാൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി പറയുന്നതിനും കാട്ടിലും നമുക്കതൊന്ന് നമ്മൾ ബ്രീഫായിട്ട് ഒന്ന് ചെറിയൊരു പാരഗ്രാഫ് പോലെ എഴുതിയിട്ട് നമ്മളത് പിന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാനത് ബൈ ഹാർട്ട് പഠിച്ച്, എനിക്കറിയാം സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ നമുക്ക് പറയാൻ പറ്റും. ബട്ട് സ്റ്റിൽ അതൊരു ക്ലിയർ ആയിട്ട് ഞാൻ കുറേ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ റീൽസിൽ കുറേ ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും, അപ്പോൾ നിങ്ങൾ ഇന്നത് പറയണമെന്നൊക്കെ ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ട് അതൊക്കെ ഞാൻ എനിക്കൊരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറീൻ്റെ ബാക്കിൽ ഇതൊക്കെ എഴുതിയിട്ട് ഞാൻ മൊത്തം എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് ഞാൻ ഒരു കൺക്ലൂഷനായിട്ട് ഉണ്ടാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെ എങ്ങനെയാണ് ജോബ് നിങ്ങൾ എങ്ങനെയാണ് ജോബ് ഇവിടെ ഫൈൻഡ് ചെയ്തത് എന്നുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിക്കും. നിങ്ങൾക്ക് ജോബിൽ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ടാസ്ക് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഡ്രോബാക്ക് എന്താ, നിങ്ങളുടെ പോസിറ്റീവ് എന്താ, നിങ്ങളുടെ നെഗറ്റീവ് എന്താ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചോദിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല, എൻ്റെ അടുത്ത് ഞാൻ എന്താണോ തലേ ദിവസം, ഇപ്പം നാളെ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഞാൻ ഇന്ന് വീണ്ടും ഇരുന്ന് ഞാൻ ഓൾറെഡി ഒരു നോട്ട്സ് ആക്കിയിരുന്നല്ലോ, അതൊക്കെ ഇരുന്ന് ഞാൻ പഠിച്ചിട്ട് ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയണം എന്നുള്ളത് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പില്ല, എൻ്റെ എക്കോ ബേസ്ഡ് എല്ലാം എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു. ഞാനിത് പറയും, അല്ലെങ്കിൽ ഇന്ന വീഡിയോസ് കാണിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, ഇന്ന ഡിസീസാണെന്നൊക്കെ എനിക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. എൻ്റെ പേടി മൊത്തം അതർ റിലേറ്റഡ് തിങ്സിലായിരുന്നു. പിന്നെ ഫസ്റ്റ് മെയിൻ കാര്യം എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ തറോ ആയിട്ട് പഠിച്ചു. അതാണ് മെയിനായിട്ട് ചെയ്തത്. അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവരുടെ ഹോസ്പിറ്റൽ എവിടെയാണെന്നും ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ഒരു 5 മിനിറ്റ് മുമ്പ് കേട്ടോ ഞാൻ ആ ജോബ് സ്ട്രീറ്റിൽ ഞാൻ അപ്ലൈ ചെയ്തത് നോക്കുമ്പോൾ അത് സിമി എന്ന് പറയുന്നിട്ട്, ഇവിടെ സിംഗപ്പൂർ സിമി എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ ഹോസ്പിറ്റൽ ഉള്ളത്. അത് ഞാൻ എൻ്റെ മൈൻഡിലൂടെ അത് പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് അത് കണ്ടു. ബട്ട് അതെനിക്ക് അവിടെ എങ്ങനെ ക്യാപ്ചറായി എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് സിംഗപ്പൂർ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിംഗപ്പൂരിനെ പറ്റി എന്തറിയാം, ഞാൻ പിന്നെ സിംഗപ്പൂരിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഏത് കൺട്രിയാണോ ഇതൊക്കെയാണ് ഇവർ ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ എന്താണോ തലേദിവസം പ്രിപ്പയർ ചെയ്തത് അതനുസരിച്ചിട്ടാണ് ഇവരെൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ എന്താണോ പ്രിപ്പയർ ചെയ്ത് സെയിമാണ് അവർ ചോദിച്ചത്. ഞാൻ ആരോടും മുന്നേ റെഫർ ചെയ്ത് ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് ഒന്നുമില്ല. ഞാൻ തന്നെ
കണ്ടുപിടിച്ച് നോക്കി പഠിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ആ ജോബ് തന്നെ എനിക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രൗഡ് ഓഫ് മൈസെൽഫ്. ആരും ഇങ്ങനെ എന്താ എനിക്ക് അത് പറയാൻ അത് ഭയങ്കര ഇതായിരുന്നു. കാരണം അപ്പം ഇത് നോക്കി അപ്പം ഇവരെൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് സിംഗപ്പൂർ ചൂസ് ചെയ്തത്, സിംഗപ്പൂരിനെ പറ്റി എന്തറിയാമെന്നൊക്കെ ചോദിച്ചു. നമ്മുടെ ഹോസ്പിറ്റൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം അത് ആ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി. കാരണം എനിക്കത് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പം ഞാനിങ്ങനെ സിമിന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ അറിയുമെന്ന് ചോദിച്ചു. അത് ഞാൻ റാൻഡംലി നോക്കുമ്പോൾ കണ്ടതാണ്. അതിങ്ങനെ എൻ്റെ ബ്രെയിനിൽ അത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇമ്പ്രസ്ഡായി. പിന്നെ അതുകൊണ്ട് മാത്രമല്ല അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റി. പക്ഷേ ഞാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് അവരെൻ്റെ പിന്നെ ഞാൻ ആലോചിച്ചു പോസിറ്റീവും നെഗറ്റീവും ചോദിക്കുന്ന സമയത്ത് പോസിറ്റീവ് നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും, പക്ഷെ നെഗറ്റീവ് എന്ത് പറയുമെന്ന് ആലോചിച്ചു. നമ്മൾ ചെയ്യുന്ന ജോബിലെ നെഗറ്റീവ് എന്താണെന്ന് അത് കുറേ ആലോചിച്ചു. എന്താണിപ്പം അതായത് നമ്മൾ പറയുമ്പോൾ അവർക്ക് നമ്മളിപ്പോൾ പേഷ്യൻസിന് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു പറഞ്ഞാൽ അവർക്കതൊരു ഗുഡ് ഇമ്പ്രഷനായി തോന്നില്ല. അപ്പോൾ രണ്ടെന്നൊക്കെ ഞാൻ എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് ഞാനൊരു ഉത്തരം അങ്ങോട്ട് പറഞ്ഞപ്പോൾ അതായത് അത് പോസിറ്റീവ്, അത് ഞാൻ എന്നിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്, ബട്ട് സ്റ്റിൽ അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ അവർ കാണിച്ച വീഡിയോസും എനിക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റി, ഓരോരോ ഹാർട്ട് ഫങ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അതാണ് എൻ്റെ ഒരു ജേർണി, അതായത് എൻ്റെ ഈ ഒരു ഫേസ്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ മെയിൻ തിങ് എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ജോബ് കിട്ടി. ഇവിടെ ജോബ് കിട്ടിയതിന് ശേഷം ജനുവരിയിലാണ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞത്. ജനുവരിയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഏപ്രിലിൽ എൻ്റെ വിസ ഒരിക്കൽ റിജക്റ്റായി. വീണ്ടും അതായത് അപ്പീലിന് പോയിട്ട് വീണ്ടും എൻ്റെത് റെഡി ആവുന്നത് ഓഗസ്റ്റിലാണ്. 2023 ജനുവരിയിലാണ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞത്. 2023 ജൂലൈയിലാണ് എൻ്റെ വിസ പ്രോസസ്സായി എനിക്ക് കിട്ടിയത്. അപ്പോഴാണ് ഞാൻ കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞെന്ന് ഞാൻ അച്ഛൻ്റെയും അമ്മേൻ്റെയും അടുത്ത് പറഞ്ഞപ്പോൾ അവരൊരുപാട് പ്രതീക്ഷിച്ചു. അപ്പം എനിക്ക് പിന്നെ പേടിയായി പറയാൻ വേണ്ടി. പിന്നെ വിസ റിജക്റ്റ് ആയതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് പിന്നെ അവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായി, അതെന്തേലും ആയോ. ഞാൻ പറഞ്ഞില്ല, അമ്മ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് ജൂലൈയിലാണ് അത് കൺഫേം ആയപ്പോഴാണ് ഞാൻ പറയുന്നതും ഞാൻ ഇവിടെ മണിപ്പാലിൽ റെസിഗ്നേഷൻ വെക്കുന്നതും. അപ്പോഴാണ് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു വെക്കാമല്ലോ അല്ലേ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന്. അതായത് എനിക്ക് 2 years ആവാൻ വേണ്ടിയിട്ട് ഒരു 1 month പോലും കറക്റ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്കിവിടെ ജോബിന് ഞാൻ റെസിഗ്നേഷൻ വെച്ച് ഞാൻ പോയത്. അതെല്ലാം എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത്. കാരണം ഇൻറ്റേൺഷിപ്പിലും ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റേൺഷിപ്പിൽ ഞാൻ അവിടെ അത് ഇൻറ്റേൺഷിപ്പ് 1 year കംപ്ലീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ സെയിം ടൈം ഇങ്ങനെ ജൂലൈ ആ മാസത്തിലാണ് എനിക്ക് ജോബ് കിട്ടിയത് മണിപ്പാലിൽ, ബാംഗ്ലൂർ. ഇപ്പം ഞാൻ ബാംഗ്ലൂർ 2 years പോയി. ആ 2 years ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന 2 years കംപ്ലീറ്റ് ആവുന്നതിന് 1 month മുമ്പാണ് എനിക്ക് ഇവിടെ ജോലി കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്കും വന്നു. അപ്പം നാട്ടിൽ എനിക്ക് വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആകെ കിട്ടിയ ടൈം എന്ന് പറയുന്നത് ഒരു 2 weeks പോലും കംപ്ലീറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഫുള്ള് പാക്കപ്പ് ചെയ്ത് വീട്ടിലേക്ക് എത്തി. പിന്നെ അടുത്ത പോകേണ്ട സാധനങ്ങളും കാര്യങ്ങളും പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ പിറകിൽ നടന്നിരിക്കുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു വരാനായി. സെപ്റ്റംബർ 10th എനിക്ക് ഇവിടെ സിംഗപ്പൂർ എത്തണം, ജോയിൻ ചെയ്യണം സെപ്റ്റംബർ 25th എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് എൻ്റെ ഈ ഒരു ജേർണി. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ജോബിലേക്ക് ഇവിടെ സിംഗപ്പൂർ വരുന്നതും. ഞാൻ ഈ വീഡിയോ അറ്റ് എ ടൈം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയത്, പക്ഷെ ഭയങ്കര ലെങ്തി ആയിപ്പോയി വീഡിയോ. അപ്പം ഞാൻ ചിലപ്പം പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ടായിരിക്കും ഇടുന്നത്. സോ പാർട്ട് 1 കണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാർട്ട് 2 കൂടി വാച്ച് ചെയ്യുക. ഓക്കെ. സ്ഥലം പോലും സിംഗപ്പൂരിൽ നിന്ന് ഉള്ള ഒരു കൺട്രിയിൽ ഇനി ഞാൻ അപ്ലൈ ചെയ്യാത്ത ഒരു ഹോസ്പിറ്റൽ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഈസി ജോബ് അല്ലാന്ന്. കാരണം അടുത്ത് പോയി ആപ്ലിക്കേഷൻ നമുക്ക് അയക്കാം, വിളിച്ച് ചോദിക്കാം, എല്ലാം എക്സൈറ്റ്മെൻറ്റ് മൂത്ത് ഞാൻ നാട്ടുകാരോടും വീട്ടുകാരോടും കിട്ടുന്ന അവസരം മുതലാക്കുക, ട്രൈ ചെയ്യുക. സെൽഫ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ജോബിന് അപ്ലൈ ചെയ്യാം.